ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ 79th ക്വസ്റ്റ്യൻ ആണ്. KS കഴിഞ്ഞ പരീക്ഷയിൽ 79th ക്വസ്റ്റ്യൻ സെഷൻ 1 സർക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ എന്താണ് സൊല്യൂഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് തിയറം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ഈ ബേസിക് തിയറം അറിയുന്നവർക്കെല്ലാം ബേസിക് തിയറം ഞാൻ പറഞ്ഞ് തരാൻ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ചില കോൺസെപ്റ്റുകൾ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലൊരു കോൺസെപ്റ്റാണ് കോഡ്, ഒരു കോൺസെപ്റ്റ് ആർക്ക്, പിന്നെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ 3 കോൺസെപ്റ്റ് അറിയാത്തവർ ഇപ്പം ഞാൻ പറയുന്ന കാര്യം കേട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് നേരെ നമുക്ക് ആ മെയിൻ കോൺസെപ്റ്റിലോട്ട് പോകാം. അപ്പോൾ കോഡൊന്നുമില്ല, ഒരു സർക്കിളിൽ 2 പോയിൻ്റ് ഉണ്ട്. 2 പോയിൻ്റ് ഇട്ടു, ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈൻ, ഇതിനെ കോഡെന്ന് വിളിക്കും. അത് എവിടെയോ ആവും, ഇവിടെ ഇട്ടാലും കോഡുണ്ട്, ഇവിടെ ഇട്ടാലും കോഡുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഇല്ലേ, ഈ സർക്കിളിൻ്റെ സെൻറ്ററാണെന്ന് വിചാരിക്കും. ഇതെന്താ റേഡിയസ്, ഇതും റേഡിയസ്. ഇതെന്താ ഡയമീറ്റർ, ഈ ഡയമീറ്ററും കോഡാണ്. ഡയമീറ്റർ ഒരു കോഡാണ്, കാരണം സർക്കിളിലെ 2 പോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന ലൈനാണ്. ഡയമീറ്ററിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താ? ഡയമീറ്റർ ഏറ്റവും വലിയ കോഡിൻ്റെ മലയാളം എനിക്ക് വലുതായിട്ട് പിടിയില്ല. ഏറ്റവും വലിയ കോഡാണ് എന്താണ് ഡയമീറ്റർ, അല്ലെങ്കിൽ മലയാളത്തിൽ വ്യാസം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കണം. ഏറ്റവും വലിയ കോഡാണ് ഡയമീറ്റർ. അപ്പോൾ നിങ്ങൾ പേനയും പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യം ഇത്രയൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ കോഡ് മനസ്സിലായി. ആർക്ക് ഒന്നുമില്ല, കോഡുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ്. ഒരു സർക്കിളിലെ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയാണ് കോഡെങ്കിൽ ആ സർക്കിളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതെ ഈ 2 പോയിന്റ്, ഈ ഭാഗം, ഇതാണ് ആർക്ക്. ഇതെടുത്ത് മാറ്റിയത് ഇങ്ങനെ ഇരിക്കും, ആർച്ചിൻ്റെ ഷേപ്പിലിരിക്കും. ഇവിടെ ആണെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും, അതാണ് ആർക്ക്. അതുകൊണ്ടാണ് ആർക്കുകളെ നമ്മൾ ആർച്ച് എന്നും നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത്. നമ്മൾ റോഡിൽ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് അമ്പലത്തിൻ്റെ ആർച്ചുകൾ, പള്ളിയുടെ ആർച്ചുകൾ ആർച്ച് ഷേപ്പിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതായി. പിന്നെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ, അതിലൊരു പോയിന്റ് ഉണ്ടെങ്കിൽ, ഇവിടെ അത് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്താ? 180 ഡിഗ്രി ആയിരിക്കും, അല്ലേ? അതിൻ്റെ കാരണം എന്താ? ഇതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ബേസിക്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ഇതൊക്കെ അറിയായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടല്ല, വളരെ വീക്കായിട്ടുള്ള, ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പിന്നെയും പറയുന്നത്. 180. കാരണം എന്താ? നമ്മളൊരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ബിന്ദു, ഇതിന് ചുറ്റും ഉള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. നമ്മൾ പറയില്ല, നമ്മളെവിടെയെങ്കിലും ചെന്ന് 360 ഡിഗ്രി തിരിഞ്ഞേ എന്ന് പറയില്ല. എന്ന് വെച്ചാൽ മുഴുവൻ ഒരു കറങ്ങുന്നു 360 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ നേരെ ഒരു ലൈൻ വരച്ച് അത് പകുതിയാക്കുകയല്ല 360 ഡിഗ്രി. 360യുടെ പകുതി എന്താ? 180. മേളിലും 180, താഴെ 180. അപ്പോൾ നമ്മൾ ഇതല്ലാതെ തന്നെ പ്രൊട്രാക്ടറൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നോക്കിയാൽ അതിൻ്റെ അവിടെ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കോൺസെപ്റ്റും മനസ്സിലാക്കും. അപ്പോൾ കോഡ് മനസ്സിലായി, ആർക്ക് മനസ്സിലായി. കോഡിൽ തന്നെ ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡ് അതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും എന്നുള്ളത് പഠിച്ചു. ആർക്ക് പഠിച്ചു, സ്ട്രെയിറ്റ് ലൈനിൽ 180 ഡിഗ്രി ആയിരിക്കും എന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ കോൺസെപ്റ്റിലോട്ട് പോവാം. അപ്പോൾ ഇവിടം തൊട്ടാണ് ഇത് അറിയുന്ന ആൾക്കാരൊക്കെ ഇവിടം തൊട്ട് കണ്ടാൽ മതി. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്കിപ്പ് അടിച്ച് കണ്ടാൽ മതി എന്ന്. ഞാനത് എൻ്റെ ടൈം സ്റ്റാമ്പ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിൽ ഏറ്റവും വലിയ കോഡാണ് എന്ത്? അതിൻ്റെ ഡയമീറ്റർ, അല്ലേ? അതവിടെ നിൽക്കട്ടെ, അതവിടെ ഒരു ഫാക്റ്റായിട്ട് നിൽക്കട്ടെ. നമ്മൾ സർക്കിളിനെ സംബന്ധിച്ച് വേറൊരു കാര്യം നമ്മളിപ്പോൾ പഠിക്കാൻ പോവാണ്. ഒരു സർക്കിളുണ്ട്, ഇതാണ് അതിൻ്റെ സെൻറ്റർ O. ഇത് 2 പോയിന്റുകൾ A, B, A എന്നും B എന്നുമുള്ള 2 പോയിന്റുകൾ.
AB എന്ന കോഡ്. ഇത് ഈ സർക്കിളിൻ്റെ സെൻറ്ററായ ഓയിൽ എയിൽ നിന്നും ബിയിൽ നിന്നും വരയ്ക്കുന്ന ലൈനുകൾ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിനെ നമുക്ക് തൽക്കാലം എക്സ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കിയാൽ ഈ സർക്കിൾ, ഈ കോഡിൻ്റെ മേജർ ആർക്ക് എന്ന് ആ ടേമിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് വേവലാതിപ്പെടണ്ട. ഈ കോഡ് ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്ത് കണ്ടോ, അതായത് ഈ ഭാഗത്തല്ല, ഈ ചെറിയ ഭാഗത്തല്ല, ഇതിൻ്റെ ഈ ഭാഗത്ത്, ഇത്രയും വലിയ ഭാഗത്ത് എവിടെയും മുട്ടുന്ന രീതിയിൽ വേറൊരു ആംഗിൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കും. ദേ ഇവിടെ ഉണ്ടാക്കി, പിന്നെ ഇവിടെ ഇവിടെ ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറെ എവിടെയും അങ്ങനെ. ഇപ്പോൾ നമ്മൾ ഒരുപാട് വരച്ചാൽ അത് മെസ്സി ആയി പോകും, ആ ചിത്രം ഭയങ്കര ഇതായി പോകും. എവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഈ സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. കണ്ടോ, x/2. അത് നമ്മൾ പഠിക്കണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത്ര എളുപ്പമായിട്ട് നിങ്ങൾക്കത് മൈൻഡിൽ കയറും. ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ കോഡ്, അതായത് AB എന്ന കോഡ്, ഈ O എന്ന് പറഞ്ഞ സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ 60 ആണെന്ന് വിചാരിക്കും. അതേ AB എന്ന കോഡ് ഈ സർക്കിളിൻ്റെ വലിയ ഭാഗത്ത് വേറെ എവിടെ ഉണ്ടാക്കുന്ന ആംഗിളും 60ൻ്റെ പകുതിയായിരിക്കും, 30 ആയിരിക്കും, ഇതും 30 ആയിരിക്കും. മനസ്സിലായോ? ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. അത് ഡെഫിനേഷൻ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ പിൻ ചെയ്ത് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങളത് നോട്ടിലോട്ട് എഴുതിയിട്ട് ഒരു കോൺസെപ്റ്റായിട്ട് ബോക്സിനകത്ത് ഉള്ളിൽ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റായിട്ട് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ പല ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തരാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇനി ഇപ്പോൾ ഈ സർക്കിളിലോട്ട് വാ. ഈ സർക്കിളിലോട്ട് വന്നാൽ എന്താ, നമുക്ക് ഡയമീറ്റർ, അതായത് ഒരു സർക്കിളിലെ ഏറ്റവും വലിയ കോഡായ ഡയമീറ്റർ ഇവിടെ ഉണ്ട് അല്ലേ, സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ കോഡിനെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഡയമീറ്ററിനെ അഥവാ ഈ സർക്കിളിലെ ഏറ്റവും വലിയ കോഡിനെ നമുക്ക് AB എന്ന് വിളിക്കാം. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. സ്ട്രെയിറ്റ് ലൈനിൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ AB എന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ 180 ആണെങ്കിൽ അത് ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇവിടെയോ എല്ലാം ഉണ്ടാക്കുന്ന ആംഗിൾ നേരത്തെ തിയറി പ്രകാരം എന്തായിരിക്കും, 180ൻ്റെ പകുതിയായിരിക്കും. അതായത് 90 എന്താ, അത് 90 ഡിഗ്രിയാണ്. മട്ടത്രികോണമാണ് അല്ലേ, 90 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്താണ് ഒരു കോൺസെപ്റ്റ് എന്താ, ഡയമീറ്റർ സർക്കിളിൻ്റെ ഏതു ഭാഗത്ത് പോയും ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊരു സെമി സർക്കിളാന്ന് വിചാരിക്കും, ഇതിൻ്റെ ഡയമീറ്ററാണ്. ഇതിലെവിടെ ഉണ്ടാക്കുന്ന ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണം ആയിരിക്കും. ഈ കോൺസെപ്റ്റും നിങ്ങൾ മൂന്നാമത്തെ കോൺസെപ്റ്റായിട്ട് എഴുതി ബോക്സിലിട്ട് മൈൻഡിൽ എന്താണ് പതിപ്പിക്കുക. കാരണം ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്നുകൂടെ മൈൻഡിലോട്ട് ശരിക്കും കയറും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുത്തോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാനിവിടെ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അത് കയ്യിലുള്ളവർ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. മലയാളത്തിൽ വായിക്കാം അല്ലേ. താഴെയുള്ള ചിത്രത്തിൽ, ഏതാ ചിത്രം, ഒരു സർക്കിളുണ്ട്, ഒരു ട്രയാങ്കിളുണ്ട്. അപ്പോൾ നിങ്ങൾ
നിങ്ങൾ ഇത് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ ഓക്കെ റൈറ്റ് ആംഗിളിൻ്റെ ഷേപ്പ് ഉണ്ട് എന്ന് ഉദ്ദേശിക്കുമ്പോഴേ ഈ ഫോർമുല മൈൻഡിൽ ക്ലിക്ക് ആവണം. ഇത് ക്ലിക്ക് ആയാലും നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കുന്ന രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ താഴെയുള്ള ചിത്രത്തിൽ AC എന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. സോ ഇത് AC എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പം തന്നെ നമുക്ക് എന്താ ക്ലിക്ക് ആവണം. ഓക്കെ, ഇതാ ഇവിടെ ഡയമീറ്റർ AC ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഉറപ്പായും 90 ഡിഗ്രിയാണ്. അപ്പം അത് പിന്നെ നമ്മൾ B എന്ന് കൊടുത്തിട്ടുണ്ട് ചിത്രത്തിലെ പോട്ടെ. ഇതപ്പം തന്നെ ഫിക്സ് ചെയ്യണം മൈൻഡിൽ. അതിൻ്റെ ബേസിസിൽ മാത്രമേ ബാക്കി എന്ത് കണക്കും നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പം അതാണ് AB 12 BC 5 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, BC 5 സെൻറ്റിമീറ്ററുമാണ് ആണെങ്കിൽ ഷെയ്ഡുള്ള ഭാഗത്തിൻ്റെ ഷെയ്ഡ് ഇപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുന്നതാണല്ലോ. ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറുപ്പിച്ചിരിക്കുന്ന ഭാഗം, അതായത് ഇത്രയും ഭാഗം അതിൻ്റെ വിസ്തീർണം ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഡുള്ള ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ അതിൽ നിന്നും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ച് എന്താ ബാക്കി ഭാഗം ഷെയ്ഡുള്ള ഭാഗം ട്രയാങ്കിളിൻ്റെ ഏരിയ കുറച്ച് ബാക്കി കിട്ടും അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണ് അറിയാം, ഇതും കുറേ പേർക്ക് അറിയാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? അറിയില്ലെങ്കിൽ ഇത് എഴുതിക്കോ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല πr². r എന്ന് വെച്ചാൽ റേഡിയസ്. അറിയാത്തവർ എഴുതിക്കോ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല πr² ആണ്. പിന്നെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല ½ × ബേസ് × ഹൈറ്റ് ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല ½ × ബേസ് × ഹൈറ്റ് ആണ്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം πr². r എന്താ? r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കണം എന്താ? ഈ AC ആണല്ലോ ഡയമീറ്റർ. റേഡിയസ് എന്താണ്? AC-യുടെ പകുതിയാണ് റേഡിയസ് അല്ലേ? AC-യുടെ പകുതി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എളുപ്പമല്ലേ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. AC എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ആണ്. എന്ന് പറഞ്ഞാൽ AC² = എന്താ? AB² + BC² എന്ന് പറഞ്ഞാൽ AB എന്താ? 12 12² എന്താ? 144 പ്ലസ് എന്താ? 25 എത്ര വരും? 9 6 169. AC² എന്ന് പറഞ്ഞാൽ 169 ആണ്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ √169 ആണ്. എന്താണ്? 13 ആണ്. ഓക്കെ, ഇത്ര എഴുതിയല്ലോ, മായ്ക്കാമല്ലോ. എഴുതിയല്ലോ എല്ലാവരും. AC എന്ന് പറഞ്ഞാൽ 13 ആണ്. മനസ്സിലാവാത്തവരൊന്നുകൂടെ ഞാൻ പറഞ്ഞത് പോയിട്ട് കാണുക. പൈതഗോറസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലായില്ലേ? ബേസിക്കുകളെല്ലാം വളരെ കൃത്യമായിട്ട് അറിയുമെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെയുള്ള പരീക്ഷയിൽ, ഇനി വരുന്ന പരീക്ഷയിലും മാത്സ് ഒക്കെ ഇതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാവണ്ട. AC എന്ന് പറഞ്ഞാൽ 13. AC-യുടെ പകുതി അതാണ് റേഡിയസ്. 13-ൻ്റെ പകുതി എന്താണ്? 6.5 അല്ലേ? 12-ൻ്റെ പകുതി 6. അപ്പോൾ 13-ൻ്റെ പകുതി 6.5. ശരി, അപ്പം ഇനി 6 കിട്ടിയല്ലോ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. സർക്കിളിൻ്റെ ഏരിയ എന്താ? πr². നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഇതാണ് πr². ഇപ്പം നമ്മൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പൈയുടെ വില 3.14 ആണെന്ന് നമുക്കറിയാം. കുറച്ച് ഡിലീറ്റ് ചെയ്യട്ടെ, കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് ഒരു വൃത്തികേട് പോലെ തോന്നും. അപ്പോൾ പൈയുടെ വില 3.14 ആണെന്നും നമുക്കറിയാം. ചില സമയങ്ങളിൽ എന്താ 22/7 നമുക്ക് ഉപയോഗിക്കാം എന്ന് നമുക്കറിയാം. അറിയില്ലെങ്കിൽ അത് കാണാപ്പാഠം പഠിച്ചു വെച്ചോ, കാരണം അത് വളരെ യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. പൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില ഒന്നില്ലെങ്കിൽ 3.14 അല്ലെങ്കിൽ 22/7. ഇതിലേത് വേണമെങ്കിൽ നമുക്ക് യുക്തി അനുസരിച്ച് വയ്ക്കാം. എന്താ യുക്തി?
ഉത്തരത്തിൻ്റെ ഓപ്ഷൻസിൽ ഫ്രാക്ഷൻ ആയിട്ടാണോ? അല്ല, ഡെസിമൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രാക്ഷൻ ആയിട്ടും അല്ല, ഇൻറ്റീജർ ആയിട്ടും അല്ല, ഡെസിമൽ ആയിട്ടാണ്. ഉത്തരത്തിൻ്റെ ഓപ്ഷൻസ് നോക്ക്. എ 101.73 സെൻറ്റിമീറ്റർ സ്ക്വയർ, ബി 102.73 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഉത്തരത്തിൽ ഡെസിമൽ അല്ല. അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ ഡെസിമൽ ആണ്, സോറി. അപ്പോൾ നമ്മൾ 3.14 തന്നെ ഉപയോഗിക്കണം. അപ്പോൾ പൈ ആർ സ്ക്വയർ 3.14 ഇൻറ്റു ആർ എന്താ നമ്മൾ പിടിച്ചത് 6.5ൻ്റെ സ്ക്വയർ അല്ലേ? 6.5ൻ്റെ സ്ക്വയർ എന്താ 65 ഇൻറ്റു 65 ഇൻറ്റു 5 25 5 ഇൻറ്റു 6 30 32 6 ഇൻറ്റു 5 ഇത് 30 36 3 39 എന്തായി 5 2 12 ഇത് എന്താ 2 ഡെസിമൽ മാറ്റാണ് അല്ലേ? 42.25. അപ്പോൾ 3.14 ഇൻറ്റു 42.25 എത്രയാ? അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യൂ. 3.14 ഇൻറ്റു 42.25 നിങ്ങൾ ചെയ്യൂ. ഞാൻ തൽക്കാലം ഇവിടെ കാൽക്കുലേറ്ററിൽ ചെയ്യാം. കാരണം ഒന്നുമില്ല, അറിയാമല്ലോ. നിരത്തി 314 ഇൻറ്റു 42.25 എഴുതി മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര ഡെസിമൽസ് മാറ്റണം? ഇവിടെ എത്ര ഡെസിമൽസ് മാറിയിട്ടുണ്ട്? 1 2 3 4 കൊണ്ട് 4 ഡെസിമൽസ് മാറ്റണം. അപ്പോൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് 132.73 എന്നത് കിട്ടും. എന്താണ്? ഏരിയ ഓഫ് സർക്കിൾ. ഓക്കെ, അപ്പം ഞാൻ വളരെ പതുക്കെയാണ് പോകുന്നതെന്നൊരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ഞാൻ എല്ലാവരെയും കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ പതുക്കെ പോകുന്നത്. ചില ആൾക്കാർക്ക് ഈ ഇതൊന്നും അറിയുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പതുക്കെ പോകുന്നത്. പറഞ്ഞാൽ മതി, ഞാൻ അതിനനുസരിച്ച് സ്പീഡ് മാറ്റാം, ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് സർക്കിൾ നമുക്ക് കിട്ടി. സർക്കിളിൻ്റെ ഏരിയ എന്താ? 132.73. ഇപ്പം നമുക്ക് എന്താ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. ഇപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ എഴുതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിൾ പുറത്തെടുത്ത് ഞാൻ വരയ്ക്കുകയാണ്. ഈ 90 ഡിഗ്രി ഇവിടെ ആയിട്ട് വരയ്ക്കുക. ഇതാണ് നമ്മുടെ ഡയമീറ്റർ, ഇത് ഹൈപ്പോട്ടനസ്. കൺഫ്യൂഷൻ വേണ്ട, ഈ സാധനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് AC B, ഈ B ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ ട്രയാങ്കിളിനെ, കേട്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 12 5 കുഴപ്പമില്ല, അങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല. ഇത് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? 13 എന്നുണ്ടല്ലേ. സോ ഇത് നോക്കൂ, ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് എന്ന് പറഞ്ഞാൽ 5 ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എപ്പോഴും ഹൈറ്റ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. കാരണം വേറെ ഹൈറ്റ് ഒന്നും കാണിക്കാനില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ ഒരു ട്രയാങ്കിളിൽ നമ്മൾ ഇങ്ങനെ ഇതാ ഹൈറ്റ്, ഇവിടെ നിന്നുള്ള 90 ഡിഗ്രി, അങ്ങനെയല്ല, ഇത് തന്നെ 90 ഡിഗ്രി. അപ്പോൾ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് 12 അല്ലേ? 6 ഇൻറ്റു 5 30. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? 30 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 30. നമുക്ക് വേണ്ട എന്താ? ഷെയ്ഡഡ്. നമ്മൾ പറഞ്ഞു മൊത്തം സർക്കിളിൻ്റെ ഏരിയ മൈനസ് ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്താ? 132.73 മൈനസ് 30 എന്ന് പറയുമ്പോൾ എന്താവും? 0.73 102.73 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഏതാണ് ഓപ്ഷൻ? ഏതാ ഓപ്ഷൻ ബി? 102.73 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രം ഇത്രയും കേന്ദ്രീകരിക്കാൻ കാരണം ഇതിനകത്ത് ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ അപ്രോച്ച് ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് ഒരു റാപ്പിഡ് സെഷൻ പോലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്താണ് സോൾവ് ചെയ്ത് പോകുന്നതിന് പകരം ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത്
നമ്മൾ എന്തൊക്കെ കോൺസെപ്റ്റ് നമ്മുടെ ബേസിക്കലി ഒരു പരീക്ഷയിൽ എന്താണ് അവർ ചോദിക്കുന്നത്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പല ആപ്ലിക്കേഷൻസ്, ആ ഏതൊക്കെ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് അതിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്നു എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു എയിം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇത്രയും ആലോചിച്ച് നോക്കും. ഒരാൾക്ക് കോഡിൻ്റെ കോൺസെപ്റ്റ് അറിയണം, ഒരാൾക്ക് ഈ ആംഗിൾ സബ്റ്റൻറ്റ്, കോഡിൽ നിന്ന് ആംഗിൾ സബ്റ്റൻറ്റ് ചെയ്യുന്ന ഫോർമുല അറിയണം അല്ലേ. പിന്നെ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയണം, സർക്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയണം, പൈതഗോറസ് തിയറം അറിയണം. ഇത്രയും കാര്യങ്ങൾ നോക്കൂ. ഇപ്പം നല്ല 1 2 3 4 5 കോൺസെപ്റ്റ്സ് മാത്തമാറ്റിക്സിലെ അതിൻ്റെ ഒരു ടെസ്റ്റായിരുന്നു ഈ ഒരു ചോദ്യം. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനെയും നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത്, ഇപ്പോൾ ഈ ഒരു ചോദ്യം ഇത്രയും കോൺസെപ്റ്റ്, അപ്പോൾ അത്രയും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നമ്മൾ കോൺസെപ്റ്റ് ബിൽഡിംഗ് വൈസ് നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ട്രിക്കുകളും ടിപ്സിലും മാത്രമല്ല, ഈ കോൺസെപ്റ്റുകളൊക്കെ വളരെ തറവായിട്ട് ബിൽഡ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ഏതൊരു ചോദ്യത്തിനെയും കോമൺ സെൻസ് വെച്ച് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സർക്കിൾസിൻ്റെ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഞാൻ അതിൽ പറയുന്നതായിരിക്കും. ഓക്കെ.